ഏപ്രിൽ 19 വിശുദ്ധ ശനിയാഴ്ച. കുരിശിൽ മരിച്ചതിന് ശേഷം യേശുക്രിസ്തു കല്ലറയിൽ കിടന്ന ദിവസത്തെ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് വലിയ ശനിയാഴ്ച. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷവും ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് മുമ്പുമാണ് ഇത്. ഓർമ്മയുടെയും ധ്യാനത്തിൻ്റെയും ദിവസം. ആദ്യം കുരിശ് അനുഭവിക്കാതെ വിജയമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. പ്രത്യാശയുടെയും പ്രതിഫലനത്തിൻ്റെയും വിജയത്തിനായുള്ള ഒരു ഗൗരവമേറിയ സമയം. ചരിത്രപരമായി വലിയ ശനിയാഴ്ച ആത്മപരിശോധനയോടെ ആചരിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ നോമ്പുകാലങ്ങളിൽ നിന്നോ ഈസ്റ്ററിൻ്റെ സന്തോഷകരമായ ആഘോഷങ്ങളിൽ നിന്നോ വ്യത്യസ്തമായി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നിശ്ചലത സ്വീകരിക്കാൻ ഈ ദിവസം വിശ്വാസികളെ ക്ഷണിക്കുന്നു. നിരന്തരമായ ബന്ധവും നിരന്തരമായ ഉൽപാദനക്ഷമതയും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് നിശ്ചലത എന്ന ആശയം അന്യമായി തോന്നാം, അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കാം. എന്നിരുന്നാലും താൽക്കാലികമായി നിർത്തുന്നതിൻ്റെയും പ്രതിഫലിപ്പിക്കുന്നതിൻ്റെയും ലളിതമായി ജീവിക്കുന്നതിൻ്റെയും പരിവർത്തന ശക്തിയുടെ ആഴത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ ശനിയാഴ്ച നൽകുന്നത്. ദൈനംദിന ആവശ്യങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് മാറി ആത്മപരിശോധനയ്ക്കും സ്വയം കണ്ടെത്തലിനും ഇവിടെ ഒരു ഇടം സൃഷ്ടിക്കുന്നു. ഈ നിശ്ചലത കേവലം ശാരീരിക വിശ്രമത്തെക്കുറിച്ചല്ല, മറിച്ച് വ്യക്തതയും സഹിഷ്ണുതയും തഴച്ചു വളരാൻ കഴിയുന്ന ഒരു മാനസികവും വൈകാരികവുമായ ഒരു സങ്കേതം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചാണ്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ നിശ്ചലതയുടെ ശക്തി ഉപയോഗപ്പെടുത്തിയ വ്യക്തികളുടെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ ചരിത്രം നൽകുന്നു. 27 വർഷത്തെ ജയിൽവാസത്തിനിടയിൽ മെച്ചപ്പെട്ട ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചുള്ള തൻ്റെ ദൃഢനിശ്ചയവും കാഴ്ചപ്പാടും നിലനിർത്താൻ നെൽസൺ മണ്ടേല നിശബ്ദമായ ചിന്തയുടെ നിമിഷങ്ങൾ ഉപയോഗിച്ചു. അടിച്ചമർത്തൽ സാഹചര്യങ്ങൾക്കിടയിലും ക്ഷമയെയും ഐക്യത്തെയും കുറിച്ച് അദ്ദേഹം ധ്യാനിച്ചു. തൻ്റെ ഏകാന്തതയെ ആന്തരിക ശക്തിയുടെ ഉറവിടമാക്കി മാറ്റി. സഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് സഹിഷ്ണുതയിൽ നിന്ന് മാത്രമല്ല, ആ ധ്യാനാത്മക മണിക്കൂറുകളിൽ നേടിയ ജ്ഞാനത്തിൽ നിന്നും ഉടലെടുത്തു. വലിയ ശനിയാഴ്ച ഈ നിശ്ചലതയുടെ പരിശീലനം കൂടുതൽ ആഴത്തിലുള്ള ആത്മീയ മാനം കൈക്കൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള ഈ ദിവ്യ വിരാമത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയം. ശിഷ്യന്മാർ അവരുടെ ദുഃഖത്തെയും ആശയക്കുഴപ്പത്തെയും കുറിച്ച് ചിന്തിക്കാൻ പിൻവാങ്ങിയതുപോലെ ഈ പവിത്രമായ വിരാമം സ്വീകരിക്കാൻ നമ്മളും ക്ഷണിക്കപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിശ്ചലത ബലഹീനതയുടെ അടയാളമല്ല, മറിച്ച് അപാരമായ ശക്തിയുടെ ഉറവിടമാണെന്ന് നാം തിരിച്ചറിയുന്നു. ഈ നിശബ്ദ നിമിഷങ്ങളിലാണ് നാം നമ്മുടെ ആന്തരിക വ്യക്തിത്വവുമായി വീണ്ടും ഒന്നിക്കുന്നത്, പുതിയ ലക്ഷ്യം കണ്ടെത്തുന്നത്.
ധൈര്യത്തോടെയും ബോധ്യത്തോടെയും ലോകത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നത്. എല്ലാവർക്കും ഈ വലിയ ശനിയാഴ്ചയുടെ അനുഗ്രഹം നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.